Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് സെന്റൻസസ് എന്നുള്ളതാണ്. അതായത് വ്യത്യസ്ത തരത്തിലുള്ള വാചകങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സെന്റൻസസ് എന്നുള്ളതായിരുന്നു. അതായത് വാചകങ്ങൾ, എന്താണ് വാചകം, അതുപോലെ തന്നെ വാചകത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. അപ്പോൾ എന്താണ് സബ്ജക്റ്റ്, എന്താണ് പ്രെഡിക്കേറ്റ്, ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇന്ന് നമ്മൾ നോക്കുന്നത്, ഇന്നത്തെ നമ്മളുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് സെന്റൻസസ് ആണ്, പലതരത്തിലുള്ള വാചകങ്ങൾ. അപ്പോൾ വാചകങ്ങൾ പലതരമുണ്ട്. പ്രധാനമായിട്ടും 4 തരത്തിൽ വാചകങ്ങളെ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അവയുടെ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പലതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നമുക്ക് സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ സെന്റൻസുകളെ 4ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 4 വിഭാഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ അന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നേരെ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. Sentences are divided into 4 classes based on their word order and meaning. അതായത് വാചകങ്ങളുടെ വേർഡ് ഓർഡർ, അതാണ് ഞാൻ നേരത്തെ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്, അതിന്റെ ഘടന. വേർഡ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയുടെ വാക്കുകളുടെ ഓർഡർ, അതായത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഇത് വരുന്ന ക്രമം, ഇതിനാണ് വേർഡ് ഓർഡർ എന്ന് പറയാം. അതുപോലെ തന്നെ മീനിങ്ങും, അർത്ഥവും. അപ്പൊ വേർഡ് ഓർഡർ, അർത്ഥം, ഇവയുടെ അടിസ്ഥാനത്തിൽ സബ്ജക്റ്റുകളെ 4 ക്ലാസസ് ആയിട്ട്, 4 വിഭാഗമായിട്ട് സെന്റൻസുകളെ തരം തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അസേർട്ടീവ് സെന്റൻസ് ആണ്. ഒന്നാമത്തേത് അസേർട്ടീവ് സെന്റൻസ്. ഇനി എന്താണ് അസേർട്ടീവ് സെന്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, എ സെന്റൻസ് വിച്ച് എക്സ്പ്ലെയിൻസ് എ ഫാക്ട് or makes a statement or an assertion is known as an assertive sentence. അപ്പോൾ ഒരു അസേർട്ടീവ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങളായിരിക്കും അതിനകത്ത് വരിക. ഈ പറയപ്പെടുന്ന 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന്. ഒന്നാമതായിട്ട് എ സെന്റൻസ് വിച്ച് എക്സ്പ്ലെയിൻസ് എ ഫാക്ട്, ഒരു ഫാക്ട്, അതായത് ഒരു യാഥാർത്ഥ്യം, ഒരു ഫാക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ മേക്സ് എ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ അതൊരു പ്രസ്താവനയായിരിക്കും. ഓർ ആൻ അസേർഷൻ, അല്ലെങ്കിൽ അതൊരു അസേർഷൻ ആയിരിക്കും. അതായത് ഒരു കാര്യത്തെ അടിവരയിട്ട് പറയാം, ഉറപ്പിച്ചു പറയാം, അതാണ് അസേർഷൻ. ഈസ് നോൺ ആസ് ആൻ അസേർട്ടീവ് സ്റ്റേറ്റ്മെന്റ് സെന്റൻസ്. ഇതിനാണ് അസേർട്ടീവ് സെന്റൻസ് എന്ന് പറയാം. അപ്പൊ അസേർട്ടീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അതൊരു ഫാക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അസേർഷൻ ആയിരിക്കും. ഇനി അസേർട്ടീവ് സെന്റൻസിന്റെ മറ്റൊരു പേര്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഇതിന്റെ മറ്റൊരു പേരാണ് ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ഇറ്റ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. ഇതൊരു ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുക. ഫുൾ സ്റ്റോപ്പ്, നമ്മളെ കുത്തുണ്ടല്ലോ, ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുക. ഒരു എക്സാമ്പിൾ നോക്കൂ, ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. വാക്കുകളെക്കാൾ ഉച്ചത്തിൽ പ്രവൃത്തി സംസാരിക്കുന്നു. ഇതൊരു ഫാക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ഡൽഹി. ഇതും എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇതാണ് ഒന്ന് അസേർട്ടീവ് സെന്റൻസ്. ഇനി രണ്ടാമത്തേത് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഇനി എന്താണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനറലി സെന്റൻസസ് വിച്ച് ബിഗിൻ വിത്ത് ക്വസ്റ്റ്യൻ. Sentences which begin with question words are called questions. Question words കൊണ്ട് തുടങ്ങുന്ന വാചകങ്ങളെയാണ് questions എന്ന് വിളിക്കുക.
കണ്ടോ, സെന്റൻസസ് വിച്ച് ബിഗിൻ വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്സ് ആർ കോൾഡ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് വിളിക്കാം. നോക്കൂ, ആൻ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ഈസ് എ സെന്റൻസ് വിച്ച് ആസ്ക്സ് എ ക്വസ്റ്റ്യൻ. അതായത് ഒരു ചോദ്യം വരുന്ന, അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുന്ന, അല്ലെങ്കിൽ ചോദ്യം ഉന്നയിക്കുന്ന സെന്റൻസ്. ഇത്തരത്തിലുള്ള സെന്റൻസുകളെയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. അപ്പൊ നേരെ മനസ്സിലാക്കുക, ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എങ്ങനെയാണ് എൻഡ് ചെയ്യുക? ഇറ്റ് ഷുഡ് എൻഡ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ഷുഡ് എൻഡ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്കിലാണ് എൻഡ് ചെയ്യുക. എക്സാമ്പിൾ, വാട്ട് ഈസ് യുവർ അംബിഷൻ? എങ്ങനെ തുടങ്ങിയത്? ബിഗിൻ വിത്ത് ദ ക്വസ്റ്റ്യൻ വേർഡ് വാട്ട്. എൻഡ് ചെയ്തതോ വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. അല്ലെ, വാട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു. അല്ലെ, ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. അടുത്തത്, ആർ യു ഗോയിങ് ടു ടൗൺ? ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ വേർഡിലല്ല, ഇത് ഓക്സിലറി വെർബിലാണ്. അപ്പൊ ഇനി നോക്കൂ, കുറച്ച് കാര്യങ്ങൾ അധികം പറയാം, കേട്ടോളൂ കേട്ടോ. ഇൻട്രോഗേറ്റീവ് സെന്റൻസസ് ആർ ക്ലാസിഫൈഡ് ആസ്. ഇൻട്രോഗേറ്റീവ് സെന്റൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, തരം തിരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ തരം തിരിച്ചിട്ടുണ്ട്? 2 തരം തിരിച്ചിട്ടുണ്ട്, 2 വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഒന്നെന്താണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് കേട്ടോ. എന്താ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്? യെസ് ഓർ നോ ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ, യെസ് ഓർ നോ ഇൻട്രോഗേറ്റീവ്സ് ആർ ക്വസ്റ്റ്യൻസ് വിച്ച് ഡിമാൻഡ് എ യെസ് ഓർ നോ ആൻസർ. അതായത് യെസ് ഓർ നോ ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ ഉത്തരം ഒന്നുകിൽ യെസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ്, ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? യെസ് ഓർ നോ ഇൻട്രോഗേറ്റീവ്സ് ഡിമാൻഡ് എ യെസ് ഓർ നോ ആൻസർ. അപ്പൊ അതിന്റെ ഉത്തരമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നത് ഒന്നുകിൽ യെസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. എക്സാമ്പിൾ നോക്കൂ. എക്സാമ്പിൾ ആണ്, ക്യാൻ യു റൈറ്റ് വെൽ? ക്യാൻ യു റൈറ്റ് വെൽ? നിനക്ക് നന്നായിട്ട് എഴുതാൻ കഴിയുമോ? കഴിയുമെങ്കിൽ യെസ് എന്ന് പറയും, കഴിയില്ലെങ്കിലോ നോ എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഉത്തരം ഒന്നുകിൽ എസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും കേട്ടോ. അപ്പോ പ്രത്യേകിച്ച് പറയുമ്പോൾ ഓക്സിലറി വേർബ്സ് വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലേ. ഇപ്പൊ ഇവിടെ ക്യാൻ യു റൈറ്റ് വെൽ, ഇവിടെ ക്യാൻ എന്നുള്ളത് ഓക്സിലറി വെർബാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, ആർ യു ഗോയിങ് ടു ടൗൺ? ടൗണിലേക്ക് പോവാണോ? അപ്പോ എസ് ഓർ നോ ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻസ്, ഇൻട്രോഗേറ്റീവ് സെന്റൻസിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് എസ് ഓർ നോ ഇൻട്രോഗേറ്റീവ്സ്. ഇനി രണ്ടാമത്തേത് WH ഇൻട്രോഗേറ്റീവ്സ്. ഏതാ രണ്ടാമത്തേത്? WH ഇൻട്രോഗേറ്റീവ്സ്. അതായത് W എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വാക്കുകൾ, അതായത് വാട്ട്, വിച്ച്, വെന്, വേർ, വൈ ഒക്കെ. പിന്നെ എച്ചിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതാണ്? ഹൗ എന്നുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് കൊണ്ട് തുടങ്ങുന്ന ചോദ്യങ്ങൾ ഉണ്ടോ? ക്വസ്റ്റ്യൻസ് വിച്ച് ബിഗിൻ വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്സ് സച്ച് ആസ് ഹൂ, വാട്ട്, വേർ, ഹൂസ്, വിച്ച്, വെന്, ഹൗ എക്സെട്ര ആർ ടേംഡ് ആസ് WH ഇൻട്രോഗേറ്റീവ്സ്. അപ്പൊ അതായത് അപ്പൊ എന്താ പറയുന്നത്? WH ഇൻട്രോഗേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സ്, അതായത് W എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ്സോ WH തുടങ്ങുന്നത് ഏതൊക്കെയാണത്? വാട്ട്, വിച്ച്, വെന്, വേർ, വൈ, ഹൂസ്. അതുപോലെ തന്നെ H വെച്ചിട്ട് ഹൗ. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ച് ബിഗിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ഇതാണ്
WH ഇൻട്രോഗേറ്റീവ്സ്. WH ഇൻട്രോഗേറ്റീവ്സ്. അപ്പൊ ഇതിന്റെ ഉത്തരം യെസ് ഓർ നോ ആവില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിലേ, ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് യുവർ നെയിം, നിങ്ങൾ യെസ് എന്ന് പറയോ? അല്ലെങ്കിൽ ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് യുവർ നെയിം, നിങ്ങൾ ചാടി കയറിയിട്ട് നോ അല്ലെങ്കിൽ യെസ് എന്ന് പറയോ? ഇല്ലല്ലോ. നമ്മളെ പേരല്ലേ പറയാ. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതന്നെ എക്സാമ്പിൾ, വാട്ട് ഈസ് യുവർ നെയിം, വേർ ആർ യു സ്റ്റഡിയിങ്, നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത്. നോക്കൂ, അടുത്തത് ഇൻട്രോഗേറ്റീവിൽ വരുന്ന അടുത്തതാണ് WH ക്വസ്റ്റ്യൻസ്. അടുത്തതാണ് ഇത്, സോറി WH ഇപ്പൊ പറഞ്ഞു. ഇനി അടുത്തത് ടാഗ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ കേട്ടില്ലേ ടാഗ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ്. നോക്കൂ, ഇത് എന്താന്ന് പറഞ്ഞുതരാം. എന്താണ് ടാഗ് ക്വസ്റ്റ്യൻസ്? Questions which are used to emphasize a statement or to express an opinion, probability, etc. are called question tags or tag questions. അതായത് ക്വസ്റ്റ്യൻ ടാഗ്സ് അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. മാത്രമല്ല which are used to emphasize a statement, ഒരു പ്രസ്താവനയ്ക്ക് ഊന്നൽ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ഓർ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ, പ്രോബബിലിറ്റി, അല്ലെങ്കിൽ ഒരു സാധ്യതയെയോ ഒരു അഭിപ്രായത്തെയോ പ്രകടിപ്പിക്കുന്നതിന്. ഒന്നുകിൽ ഒരു പ്രസ്താവനയ്ക്ക് ഊന്നൽ നൽകുക, ഒരു സ്റ്റേറ്റ്മെന്റിനെ എംഫസൈസ് ചെയ്യാം, സ്റ്റേറ്റ്മെന്റിനെ എംഫസൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സാധ്യത ഒരു അഭിപ്രായത്തെ പ്രകടിപ്പിക്കാം. ഇനി ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ആൻ ഓക്സിലറി വെർബ് ആൻഡ് എ പ്രോനൗൺ. ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുമ്പോൾ അതിൽ ഓക്സിലറി വെർബ് ഉണ്ടായിരിക്കും, അതുപോലെ ഒരു പ്രോനൗണും ഉണ്ടായിരിക്കും. ഇനി ഇഫ് ദർ ഈസ് നോ ഓക്സിലറി വെർബ്, ഇനി ഓക്സിലറി വെർബ് ഇല്ലാതെ വരികയാണെങ്കിൽ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിലെ വെർബിനെ നോക്കുക. എന്നിട്ട് ദ ഡു ഫോം ഓഫ് ദ വെർബ് ഈസ് യൂസ്ഡ് ഇൻ ദ ക്വസ്റ്റ്യൻ ടാഗ്. നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ അതിലെ വെർബിന്റെ ഡു ഫോം ഉപയോഗിക്കാം. ഇനി എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട റൂള്? ഒരു ജനറൽ റൂൾ ഉണ്ട്. General rule regarding the question tag is that, question ടാഗുമായി ബന്ധപ്പെട്ട ജനറൽ റൂള് എന്താണ്? പൊതുവായിട്ടുള്ള റൂള് ശ്രദ്ധിക്കട്ടോ. ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് പോസിറ്റീവ്, ടാഗ് ഈസ് നെഗറ്റീവ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം, അതായത് സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഇനി അതല്ല, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിലോ ടാഗ് നെഗറ്റീവ് ആവണം. ഇനി ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് നെഗറ്റീവ്, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിലോ ടാഗ് ഈസ് പോസിറ്റീവ്. എപ്പോഴും ടാഗും സ്റ്റേറ്റ്മെന്റും ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. നോക്കൂ, ഒരു എക്സാമ്പിൾ നോക്കൂട്ടോ. ഹി ഈസ് എ പൈലറ്റ്, ഹി ഈസ് എ പൈലറ്റ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഞാനിത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം പറഞ്ഞത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വിച്ച് ആർ യൂസ്ഡ് ടു എംഫസൈസ് എ സ്റ്റേറ്റ്മെന്റ് എന്നല്ല നമ്മൾ ആദ്യം പറഞ്ഞത്. ഒരു പ്രസ്താവനയ്ക്ക് ഊന്നൽ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചോദ്യം. ഇവിടെ ഹി ഈസ് എ പൈലറ്റ്, അവനൊരു പൈലറ്റ് ആണ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. എങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എംഫസൈസ് ചെയ്യാൻ വേണ്ടി ചോദ്യം ചോദിക്കുക? ആണോ? ഹി ഈസ് എ പൈലറ്റ്, അവനൊരു പൈലറ്റ് ആണോ? പൈലറ്റ് ആണ്. ഹി ഈസ് എ പൈലറ്റ്, അവനൊരു പൈലറ്റ് ആണ്. ആ ഒരു പ്രസ്താവന ഉറപ്പിക്കാൻ വേണ്ടി അവൻ പൈലറ്റ് ആണോ? അപ്പൊ നമുക്ക് യെസ് എന്ന മറുപടി കിട്ടും. അപ്പൊ ഒരു പ്രസ്താവന ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് എന്ത്? ക്വസ്റ്റ്യൻ ടാഗ്. ഇവിടെ നമ്മളുടെ കയ്യിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഹി ഈസ് എ പൈലറ്റ്. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ ഈസ് എന്നുള്ളതാണ് ഓക്സിലറി വെർബ്. ഇവിടെ തന്നിരിക്കുന്ന സബ്ജക്റ്റ്
ഹി എന്ന് പറയുന്ന പ്രോനൗൺ ആണ്. ഇത് നമ്മളുടെ കൈവശമുള്ള ഈ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇത് പോസിറ്റീവ് ആണ്. എങ്ങനെ മനസ്സിലായി? ഹി ഈസ് എ പൈലറ്റ് എന്നുള്ളതില് നോ എന്നുള്ളതോ നോട്ട് എന്നുള്ളതോ നൺ എന്നുള്ളതോ നോൺ എന്നുള്ളതോ? ഇനി സെമി നെഗറ്റീവ്സ് ആയിട്ടുള്ള, അതായത് ഹാർഡ്ലി, സ്കെയേഴ്സ്ലി, ബെയർലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ, ഇതൊന്നും, നൈദർ, നത്തിങ്, ഇതുപോലത്തെ നെഗറ്റീവ്സ് ഒന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല, ഇല്ലല്ലോ. അപ്പൊ ഈ ഒരു കേസിൽ ടാഗ് നെഗറ്റീവ് ആക്കണം, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ടാഗ് എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് എന്താ? ഓക്സിലറി വെർബ്. ഹി ഈസ് എ പൈലറ്റ്. ഓക്സിലറി വെർബ് ഏതാ? ഈസ് എന്നുള്ളത്. പോസിറ്റീവാ നെഗറ്റീവ് ആണോ സ്റ്റേറ്റ്മെന്റ്? പോസിറ്റീവ്. അപ്പൊ നോട്ടിന്റെ കോൺട്രാക്റ്റഡ് ഫോം, ചുരുക്ക രൂപം, അതായത് ഈസിന്റ്. പിന്നെ അതിന്റെ പ്രോനൗണ്, സബ്ജക്റ്റിന്റെ പ്രോനൗൺ. ഓൾറെഡി ഇവിടുത്തെ സബ്ജക്റ്റ് ഹി എന്നുള്ളത് പ്രോനൗൺ ആണ്. അപ്പൊ അതങ്ങോട്ട് എഴുതി വെച്ചാൽ മതി, ഈസിന്റ് ഹി. ഇനി അടുത്തൊരു എക്സാമ്പിൾ, ദേ ആർ ഹെൽപ്പിംഗ് ദ പുവർ മാൻ. ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാ? ആറ്. അപ്പൊ നമ്മൾ അത് എഴുതി, ആദ്യം ആറ് എഴുതി. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇത് പോസിറ്റീവ് ആണ്. യാതൊരുവിധ നെഗറ്റീവിനെ കാണിക്കുന്ന എക്സ്പ്രഷൻസും ഇല്ല. അവ നോട്ടിന്റെ കോൺട്രാക്റ്റഡ് ഫോം ചേർത്തു, ആറിന്റ്. പിന്നെ ഇതിലെ സബ്ജക്റ്റ് ദേ എന്നുള്ളത് ഓൾറെഡി പ്രോനൗൺ ആണ്. ആൻസർ ഈസ് ആറിന്റ് ദേ. ഇനി അടുത്തത്, ഷീ ഡസിന്റ് ഹാവ് എ കാർ. ഇവിടെ ഡസിന്റ് ഹാവ്, ഇവിടെ ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, ഹാവ് ആണോ ഡസ് ആണോ ഓക്സിലറി? സംശയിക്കേണ്ട, ഡസ് എന്നുള്ളത് ഓക്സിലറി, ഹാവ് എന്നുള്ളത് മെയിൻ വെർബാണ്. ആ ഹാവിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഉപയോഗിച്ച ഓക്സിലറി ആണ് ഡസ്. ഇവിടെ ഹാവ് എന്നുള്ളത് V1 പ്ലൂരൽ മെയിൻ വെർബാണ്. അപ്പൊ നമ്മൾ ഓക്സിലറി ഡസ് എഴുതിയല്ലോ. ഡസ് എഴുതി. പോസിറ്റീവാ നെഗറ്റീവാ? ഇത് നെഗറ്റീവ് ആണ്. കാരണം ഷീ ഡസ് നോട്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനി കോൺട്രാക്റ്റഡ് ഫോം നോട്ട് വേണ്ട. അപ്പൊ ഡസ്. ഇതിലെ സബ്ജക്റ്റ് ഷീ എന്നുള്ളതാണ്. ആൻസർ ഈസ് ഡസ് ഷീ. അടുത്തത്, ഹി വാക്ക്ഡ് ത്രൂ ദ ഫോറസ്റ്റ്. ഹി വാക്ക്ഡ് ത്രൂ ദ ഫോറസ്റ്റ്. ഇതൊന്ന് നേരെ ശ്രദ്ധിച്ചു നോക്കൂ. ഇതില് ഓക്സിലറി വെർബ് ഉണ്ടോ? ഹി എന്നുള്ളത് ഓക്സിലറി വെർബ് ആണോ? അല്ല. വാക്ക്ഡ് എന്നുള്ളതോ? അല്ല. ത്രൂ എന്നുള്ളതോ? ഫോറസ്റ്റ് എന്നുള്ളതോ? അപ്പൊ ഇതില് ഓക്സിലറി വെർബ് ഇല്ല. ഓക്സിലറി വെർബ് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. അതായത് ബി ഫോംസ്, ഡു ഫോംസ്, ഹാവ് ഫോംസ്, മോഡൽ ഓക്സിലറീസ്, ഇതൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണട്ടോ. ഓക്സിലറീസ് എന്നുള്ള തമ്പുനെയില വീഡിയോ കാണും കേട്ടോ, ഓക്സിലറീസ്. അപ്പൊ ഇവിടെ ഓക്സിലറീസ് ഇല്ല. എന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ സെന്റൻസിലെ വെർബ് ഏതാ? വാക്ക്ഡ്. ഓക്കെ ആണല്ലോ. ഹി വാക്ക്ഡ്. വാക്ക്ഡ് എന്നുള്ളത് എത്രാമത്തെ രൂപ? രണ്ടാമത്തെ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ രൂപം വാക്ക് പ്ലൂരല്, വാക്സ് ഒന്നാമത്തെ രൂപം സിംഗുലർ, വാക്ക്ഡ് രണ്ടാമത്തെ രൂപം. ഇനി വാക്ക് എന്ന് പറയുന്ന ഒന്നാമത്തെ രൂപം പ്ലൂരലാണ് വരുന്നതെങ്കിൽ ഓക്സിലറി ആയിട്ട് ഡു ഉപയോഗിക്കണം. ഇനി വാക്സ് എന്ന് പറയുന്ന സിംഗുലർ ആണ് വരുന്നതെങ്കിൽ ഡസ് എന്നുള്ള എസ് ഫോം ഉപയോഗിക്കണം. ഇനി വാക്ക്ഡ് എന്നുള്ള രണ്ടാമത്തെ രൂപമാണെങ്കിൽ ഡിഡ് എന്നുള്ള രൂപം ഉപയോഗിക്കണം. അപ്പൊ നമുക്കിവിടെ ഡിഡ് കിട്ടി. ഇനി സെന്റൻസ് പോസിറ്റീവ് ആണ്. സോ നോട്ടിന്റെ കോൺട്രാക്റ്റഡ് ഫോം ഡിഡിന്റ്. പിന്നെ ഇതിലെ സബ്ജക്റ്റ് ഹി എന്നുള്ളതാണ്. അപ്പൊ ഡിഡിന്റ് ഹി. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഷീ ക്യാൻ സിംഗ് വെൽ. ഇതിൽ ഓക്സിലറി ഉണ്ട്. ഏതാ? ക്യാൻ എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ക്യാൻ എഴുതി. അടുത്തത് ഇത് പോസിറ്റീവ് ആണ്. നോട്ട് ഷോർട്ട് ആക്കി ചേർത്തു, ക്യാൻഡ്. ഇനി സബ്ജക്റ്റ് ഷീ എന്നുള്ള പ്രോനൗൺ ആണ്. ആൻസർ ഈസ്
കാൻഡ് ഷീ. ഇനി ശ്രദ്ധിക്കട്ടോ, നോട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാ. ഇഫ് എ സെന്റൻസ് ഹാസ് ദ ഫോളോയിങ് സെമി നെഗറ്റീവ് ഓർ നെഗറ്റീവ് വേർഡ്സ്, ടാഗ് ഈസ് പോസിറ്റീവ്. താഴെ പറയുന്ന സെമി നെഗറ്റീവ്സോ നെഗറ്റീവ് വാക്കുകളോ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെങ്കിൽ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഏതൊക്കെയാ സെമി നെഗറ്റീവ്സ്? ഹാർഡ്ലി, സ്കെയർസ്ലി, ബെയർലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ, നോ, നൺ, നൈദർ, നത്തിങ്. കേട്ടോ, ഇനി ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇവിടെ ഫ്യൂ എന്നുള്ളതും ലിറ്റിൽ എന്നുള്ളതും സെമി നെഗറ്റീവ് ആണ്. എന്നാൽ എ ഫ്യൂ എന്നുള്ളതും എ ലിറ്റിൽ എന്നുള്ളതും പോസിറ്റീവ് ആണ് കേട്ടോ. അപ്പോൾ എ ലിറ്റിൽ വന്നു കഴിഞ്ഞാൽ ടാഗ് നെഗറ്റീവ് തന്നെ ആക്കണം. എ ലിറ്റിൽ പോസിറ്റീവ് ആണ്, എ ഫ്യൂ പോസിറ്റീവ് ആണ്, ഉണ്ട് എന്ന അർത്ഥമാണ്. എന്നാൽ ലിറ്റിലും ഫ്യൂ എന്നുള്ളത് നെഗറ്റീവ് ആണ്. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഹി റയർലി വിസിറ്റ്സ് ഹിസ് ഹോം. ഇത് റയർലി എന്നുള്ളത് നെഗറ്റീവ് ആണ്. അതായത് അവൻ അവന്റെ വീട് സന്ദർശിക്കുന്നില്ല, നെഗറ്റീവ് ആണ്. ഇവിടെ ടാഗ് എഴുതണം. ഓക്സിലറി വെർബ് ഉണ്ടോ? ഇല്ല. എന്നാ നോക്കൂ, ഇതിലെ വെർബ് ഏതാ? ഇതിൽ വന്നിരിക്കുന്ന വെർബാണ് ഏത്? വിസിറ്റ്സ്. അതായത് എസ് ഫോം ഒന്നാമത്തെ രൂപം. പകരം നമ്മൾ ഡസ് ഉപയോഗിക്കുന്നു. പിന്നെ ഇത് സെമി നെഗറ്റീവ് റയർലി വന്നിട്ടുണ്ട്. സോ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. സോ നോട്ടിന്റെ കോൺട്രാക്റ്റഡ് ഫോം ഉപയോഗിക്കണ്ട. നെക്സ്റ്റ് നമ്മൾ സബ്ജക്റ്റ് എഴുതിയാൽ മതി. സബ്ജക്റ്റിന്റെ പ്രോനൗൺ സബ്ജക്റ്റ് തന്നെ ഹി. ആൻസർ ഈസ് ദസ് ഹി. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ആൻ ഇമ്പറേറ്റീവ് സെന്റൻസ് ഈസ് വിൽ യു. നിങ്ങൾ ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇമ്പറേറ്റീവ് സെന്റൻസ് നമുക്ക് വിശദമായിട്ടൊന്ന് പറയാം, പക്ഷെ ഞാൻ ചുരുക്കിയിട്ട് ഇപ്പൊ തൽക്കാലം പറഞ്ഞുതരാം. റിക്വസ്റ്റിനോ കമാൻഡിനോ ആണ് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. റിക്വസ്റ്റ് ഓർ കമാൻഡ്. സാധാരണ ഇത് വെർബ് വെച്ചിട്ടാണ് തുടങ്ങുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓപ്പൺ ദ ഡോർ, അല്ലെ? ബിഗിൻ വിത്ത് ഓപ്പൺ, ദ വെർബ് ഓപ്പൺ. അപ്പൊ ഇത്തരത്തിലുള്ള സെന്റൻസുകളെയാണ് നമ്മൾ ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. ഇനി പറയാണ്ട് കേട്ടോ, അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇത്തരത്തിൽ ഇമ്പറേറ്റീവ് സെന്റൻസുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ നിയമം ഒന്നും നോക്കണ്ട, പകരം വിൽ യു എന്നുള്ളത് ടാഗ് കൊടുക്കുക. എന്താ കൊടുക്കേണ്ടത്? വിൽ യു. ബട്ട് വോണ്ട് യു ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് അർജൻസി. അതായത് നമ്മളെ ടാഗിലെ അത്യാവശ്യം അർജൻസിയെ കാണിക്കാനാണെങ്കിൽ വിൽ യു എന്നുള്ളതിന് പകരം വോണ്ട് യു ഉപയോഗിക്കണം. അപ്പോൾ വളരെ അത്യാവശ്യമാണ്, വളരെ അർജന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ആ ഒരു അർജൻസിയെ കാണിക്കാൻ വേണ്ടി വിൽ യു എന്നുള്ളതിന്റെ നെഗറ്റീവായ വോണ്ട് യു ഉപയോഗിക്കണം. നോക്കൂ ഒരു എക്സാമ്പിൾ. പ്ലീസ് ലെൻഡ് മീ എ ബുക്ക്. ഈ സെന്റൻസ് തുടങ്ങുന്നത് ലെൻഡ് കൊണ്ടാണ്. ലെൻഡ് മീ എ ബുക്ക്. എനിക്കൊരു പുസ്തകം നൽകൂ. റിക്വസ്റ്റ് ആണ്, തരൂ. കാശ് തരൂ എന്നൊക്കെ പറയില്ല, എന്നെ ഒന്ന് സഹായിക്കൂ. അതുപോലെ എനിക്കൊരു പുസ്തകം തരൂ, പ്ലീസ്, ദയവ് ചെയ്ത്. പ്ലീസ് ലെൻഡ് മീ എ ബുക്ക്, എനിക്കൊരു ബുക്ക് നൽകൂ. അപ്പൊ ഇതിന്റെ ടാഗാണ് വിൽ യു. നിങ്ങൾക്ക് പറ്റുമോ, തരുമോ? വിൽ യു. ഇനി ഫോർ സജഷൻ ഓർ പ്രപ്പോസൽസ് ബിഗിനിങ് വിത്ത് ലെറ്റസ്. ലെറ്റസ് വെച്ച് തുടങ്ങുന്ന നിർദ്ദേശങ്ങൾ. ലെറ്റസ് കേട്ടില്ലേ? ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. നമുക്കൊന്ന് നടക്കാൻ പോവാം. അപ്പൊ ലെറ്റസ് വെച്ച് തുടങ്ങുകയാണെങ്കിൽ ഒന്നും ചിന്തിക്കണ്ട, ഷാൾവിയാണ് ടാഗ്. എക്സാമ്പിൾ നോക്കൂ. ലെറ്റസ് ഗോ ഫോർ എ മൂവി. ഷാൾവി. അപ്പൊ ലെറ്റസ് വന്നാൽ ഷാൾവി. ലെറ്റസ് വന്നാൽ ഷാൾവി. ഇനി അടുത്തത്. The tag for sentences beginning with am is, are, I.
അപ്പൊ എന്താ പറയുന്നത്? ദ ടാഗ് ഫോർ സെന്റൻസസ് ബിഗിനിങ് വിത്ത് ആം ഈസ് ആർ ഇൻറ്റു ഐ. എന്നാൽ ദ ടാഗ് ഫോർ സെന്റൻസസ് ബിഗിനിങ് വിത്ത് ആം നോട്ട് ഈസ് ആം ഐ. കേട്ടോ, അപ്പൊ എന്താ പറയുന്നത്? അപ്പൊ നേരെ ശ്രദ്ധിക്കട്ടോ, ഇത് കൺഫ്യൂഷൻ ആവരുത്. അതായത് നമ്മൾ സാധാരണ നിയമം വെച്ച് അയാം എന്ന് കാണുമ്പോൾ നമ്മൾ ആമൈ എന്ന് എഴുതും. ഇപ്പോ അയാം റീഡിങ് അല്ലേ? അയാം റീഡിങ് എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം നമ്മൾ ഓക്സിലറി എഴുതും ആം. പിന്നെ ഇത് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആക്കും ആമിന്റെ ഐ. അത് മിസ്റ്റേക്ക് ആണ്. അതായത് ആമിന്റെ ടാഗ് ആർ ഇൻറ്റു ഐ കാണാതെ പഠിച്ചു വെക്കന്നെ ചെയ്യാട്ടോ. അതായത് അപ്പൊ എന്താ പറഞ്ഞത്? സെന്റൻസസ് ബിഗിനിങ് വിത്ത് ആം ഈസ് ആർ ഇൻറ്റു ഐ. അപ്പൊ ആം തുടങ്ങുന്നതിന്റെ ടാഗ് ആമിൻ്റെ ഐ എന്നല്ല. അങ്ങനെ ഒരു പ്രയോഗമില്ല ഇംഗ്ലീഷില്. ടാഗ് ആർ ഇൻറ്റു ഐ എന്നാണ്. എന്നാൽ അയാം നോട്ട് ആണെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞത് അയാം എന്നുള്ള അയാം റീഡിങ് പോസിറ്റീവ് കേട്ടോ. എന്നാൽ അയാം നോട്ട് ആണെങ്കിൽ ആമൈ ടാഗ് ഉണ്ട്. ഐ ആം നോട്ട് വെരി ഗ്രീഡി. ഞാൻ വളരെ ആർത്തിയുള്ള ആളല്ല. ആമൈ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആമിന്റെ ടാഗ് ആർ ഇൻറ്റു ഐ എന്നുള്ളതും ഐ ആം നോട്ടിന്റെ ടാഗ് ആമൈ തന്നെ കേട്ടോ. കൺഫ്യൂഷൻ ഒഴിവാക്കിയിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി ഡിഡിന്റ് ഈസ് ദ ടാഗ് യൂസ്ഡ് ഫോർ സെന്റൻസസ്. ഇനി എവിടൊക്കെയാണ് ഡിഡിന്റ് എന്നുള്ളത് ഉപയോഗിക്കേണ്ടത്? ഓക്സിലറി ആയിട്ട് ഡിഡിന്റ് എവിടെ ഉപയോഗിക്കണം? ഡിഡിന്റ് ഈസ് ദ ടാഗ് യൂസ്ഡ് ഫോർ സെന്റൻസസ് വിച്ച് ഹാവ് യൂസ്ഡ് ടു. ഇതും ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുന്ന സംഭവമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചില സെന്റൻസുകൾ യൂസ്ഡ് ടു ഉണ്ടാവും. എന്നാൽ യൂസ്ഡ് ടു എന്നുള്ളത് ഓക്സിലറി വെർബാണ് അല്ലെ? യൂസ്ഡ് ടു ഓക്സിലറി വെർബാണ്. അപ്പൊ നമ്മളൊരു സെന്റൻസിൽ യൂസ്ഡ് ടു കണ്ടാൽ അത് ഓക്സിലറി വെർബ് ആണല്ലോ എന്ന് കരുതിയിട്ട് അതിനെ ടാഗിലേക്ക് കൊണ്ടുവരല്ല വേണ്ടത്. യൂസ്ഡ് ടു എന്നുള്ളതിന് പകരമായിട്ട് നിങ്ങൾ ഡിഡ് ആണ് ഉപയോഗിക്കേണ്ടത്. എന്താണ് ഉപയോഗിക്കേണ്ടത്? ഡിഡ് കേട്ടോ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, സെന്റൻസ് ശ്രദ്ധിക്കട്ടോ. അതായത് സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഡിഡിന്റെ, സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ എന്തുപയോഗിക്കണം? ഡിഡും. കേട്ടോ, എക്സാമ്പിൾ നോക്കൂ. They used to play hockey in their school. അപ്പൊ ഇവിടെ ഒരിക്കലും എന്തല്ല, യൂസ്ഡ് ഇൻറ്റു ദേ എന്നല്ല. പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. അതായത് യൂസ്ഡ് ടു ആണെങ്കിൽ അതിന് പകരം നമ്മൾ എന്തുപയോഗിക്കണം? ഡിഡ് ഉപയോഗിക്കണം. ഇനി they used to play hockey in their school എന്നുള്ളത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നോട്ടിന്റെ ഷോർട്ട് ഉപയോഗിച്ചു ഡിഡിന്റ്. പിന്നെ സബ്ജക്റ്റിന്റെ പ്രോനൗൺ ഓൾറെഡി ഇവിടെ പ്രോനൗൺ ആണ്. അതുകൊണ്ട് നമ്മൾ ഡിഡിന്റ് ദേ. നോക്കൂ, ഞാൻ അടുത്തത് she used to draw well. ഇവിടെ യൂസ്ഡ് ടു എന്നുള്ളതിന് പകരം ഡിഡ്. പ്രസ്താവന പോസിറ്റീവായി, നോട്ടിന്റെ കോൺട്രാക്റ്റഡ് ഫോം ഡിഡിന്റ്, പിന്നെ സബ്ജക്റ്റ് ഷീ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ശ്രദ്ധിക്കട്ടോ. സെന്റൻസസ് ബിഗിനിങ് വിത്ത് ദിസ് ഓർ ദാറ്റ്. ഇനി സെന്റൻസിന്റെ തുടക്കത്തില് ദിസ് എന്നുള്ളതോ ദാറ്റ് എന്നോ ആണ് വരുന്നതെന്ന് വെക്കാം. ദിസോ ദാറ്റോ കൊണ്ടോ തുടങ്ങുകയാണെങ്കിൽ നമ്മള് ക്വസ്റ്റ്യൻ ടാഗില് പ്രോനൗൺ ആയിട്ട് ഇറ്റാണ് ഉപയോഗിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ടാഗില് പ്രോനൗൺ ആയിട്ട് എന്തുപയോഗിക്കണം? ഇറ്റ് ഉപയോഗിക്കണം. നോക്കൂ, ദിസ് ഈസ് എ വണ്ടർഫുൾ ഐഡിയ. ഒരിക്കലും ഈസിന്റെ ദിസ് എന്നല്ല, ഈസിന്റെ ഇറ്റ്. നല്ലോണം ഓർത്ത് വെക്കട്ടോ. ദിസ് എന്നുള്ളതിന് പകരം ദാറ്റ് എന്നുള്ളതിന് പകരം ഇറ്റാണ്. ദാറ്റ് വാസ് യുവർ ഓൾഡ് കാർ. വാസിന്റെ ദാറ്റ് അല്ല, പകരം വാസിന്റെ ഇറ്റ്. ഇറ്റാണ് ദാറ്റിന് പകരം ഉപയോഗിക്കേണ്ടത്. ഇനി if the subject of the statement is there, the tag must have the same subject there.
എന്നാൽ സെന്റൻസ് തുടങ്ങുന്നത് ദേർ വെച്ചാണെങ്കിൽ ദിസിനും ദാറ്റിനും പകരം ദേർ ആണെന്ന് വെക്കാം. ആ ദേർ നമ്മൾ എവിടെ ഉപയോഗിക്കണം? ടാഗിൽ ഉപയോഗിക്കണം. അപ്പൊ ദിസും ദാറ്റും ടാഗിൽ പാടില്ല, എന്നാൽ ദേർ എന്നുള്ളത് ടാഗില് നമുക്ക് ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കൂ, ശ്രദ്ധിക്കട്ടോ. എക്സാമ്പിൾ, there were many flowers in my garden. കണ്ടോ, there were many flowers. ഇവിടെ ഓക്സിലറി ഏതാ? വേറ്. അപ്പൊ നമ്മൾ ആദ്യം അതേ എഴുതി വേറ്. പിന്നെ ഇവിടുത്തെ പ്രസ്താവന പോസിറ്റീവ് ആണ്, നമ്മൾ നോട്ട് ഷോർട്ട് ആക്കി ചേർത്തു. അപ്പൊ എന്താ വരിക? വേർ നോട്ട്, അതായത് വേറിന്റ്. പിന്നെ ഇവിടെ വരുന്നത് ദേർ എന്നുള്ളതാ. അപ്പൊ ദേർ വന്നാൽ ദേർ തന്നെ എഴുതണം. എന്താ ആൻസർ വരിക? വേറിന്റ് ദേർ എന്നുള്ളതാണ് ആൻസർ. എന്താണ് ആൻസർ? വേറിന്റ് ദേർ. അപ്പൊ ദേർ വന്നാൽ ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഇനി if the subject of the statement is any of the following, അതായത് താഴെ പറയുന്നവ ഏതൊക്കെ? സബ്ജക്റ്റ് ആയിട്ട് somebody, someone, anybody, anyone, nobody, അതുപോലെ തന്നെ none, neither, none of, അതുപോലെ no one, etc. ഇതിൽ ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റ് ആയിട്ട് വന്നു എന്ന് വെക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ടാഗില് അവയ്ക്ക് പകരം ദേ എന്നുള്ളത് സബ്ജക്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എനിവൺ ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം. എനിവൺ ക്യാൻ സോൾവ്. ഇവിടെ നമ്മൾ ഓക്സിലറി ക്യാൻ, മാത്രമല്ല ഇത് പോസിറ്റീവ് ആണ്, ക്യാൻഡ് നെഗറ്റീവ് ആക്കി. ഇനി ക്യാൻഡ് എനിവൺ അല്ല എഴുതേണ്ടത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സംബഡി, സംവണ്, എനിബഡി, എനിവണ്, നോബഡി, എക്സെട്ര ഏതെങ്കിലും വരികയാണെങ്കിൽ ദേ എന്ന് എഴുതണം. സോ ക്യാൻഡ് ദേ. എന്താണ് എഴുതേണ്ടത്? ക്യാൻഡ് ദേ. ഇനി അടുത്തത്, ഇഫ് ദ സബ്ജക്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഈസ് വൺ, ഒന്ന് എന്നുള്ളത്, വൺ എന്നുള്ളത് സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ടാഗ് മസ്റ്റ് ഹാവ് ദ സെയിം സബ്ജക്റ്റ് വൺ. ടാഗിലും ആ വണ്ണ് വരണം. ടാഗിലും എന്ത് വരണം? വൺ എന്നുള്ളത് വരണം. അപ്പൊ എക്സാമ്പിൾ നോക്കൂ. വൺ ഷുഡ് ബിലീവ് ഇൻ വൺസ് എബിലിറ്റി. വൺ ഷുഡ് ബിലീവ്. ഇവിടുത്തെ ഓക്സിലറി ഏതാ? ഷുഡ്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവാ നെഗറ്റീവാ? പോസിറ്റീവ്. അപ്പൊ നമ്മൾ നെഗറ്റീവ് ആക്കി. എന്താ നെഗറ്റീവ് വരിക? ഷുഡിന്റ്. ഇനി ഇവിടെ ഏതാണ് സബ്ജക്റ്റ്? വൺ എന്നുള്ളതാ. ഒരു മാറ്റവും ഇല്ല, ആ വണ്ണ് തന്നെ കൊടുക്കുക. അപ്പൊ എന്താണ് ആൻസർ? ഷുഡിന്റ് വൺ. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഇതോടുകൂടി എന്ത് കഴിഞ്ഞു? ക്വസ്റ്റ്യൻ ടാഗ് കഴിഞ്ഞു കേട്ടോ. ഇനി സെന്റൻസിന്റെ അടുത്ത ടൈപ്പ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങളെല്ലാം വീഡിയോ കണ്ട ശേഷം എന്ത് ചെയ്യാം? നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ അഭിപ്രായം എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. അതായത് ഓഡിയോ, അതായത് ഈ ഒരു വീഡിയോയുടെ ഓഡിയോക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ചിലമ്പലോ അതായത് കേൾക്കുന്നതിന് മറ്റു വല്ല പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ പിന്നെ മെൻഷൻ ചെയ്ത പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ശ്രദ്ധിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.